ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് ഇന്ന് കാപ്പലിങ്കൊല്ലി തൊട്ട് മേപ്പാടി പോകുന്ന വീഡിയോ ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാ ഞാൻ കാപ്പൻകൊല്ലി മേപ്പാടിയാണ്, പഞ്ചമീൻ്റെ അടുത്തുള്ള സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് കാപ്പൻകൊല്ലി എത്തി. കാപ്പൻകൊല്ലി എത്താൻ നേരത്ത് കുറച്ച് എത്തുന്ന മുമ്പുള്ള ഇതാണ് വീടുകളും മലപ്രദേശങ്ങളും കാണുന്നില്ലേ, അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാപ്പൻകൊല്ലി എത്താനായി. ഇനി ഇവിടെ കടകളൊക്കെ കണ്ടില്ലേ, ഗാന്ധി ഗ്രാമം അത് ഇതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം സുവർണ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കാപ്പൻകൊല്ലി. കാണിച്ചത് ഇതൊക്കെ സുവർണ സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡ്, പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്പുറത്തെ റോഡ് ചുണ്ടയ്ക്ക് പോകുന്നതാണ്. ഇത് കൽപ്പറ്റ റോഡാണ്. ഞാൻ പിന്നെ ഓട്ടോയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ കാപ്പൻകൊല്ലി വളവാട്ടോ വരുന്നത്. ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ പിന്നെ തുണിക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ അതാ ഒരു കാപ്പൻകൊല്ലി കഴിഞ്ഞ ശേഷം കാപ്പൻകൊല്ലി വളവിൻ്റെ ഒരു സ്റ്റോപ്പ് എത്താനായി. അപ്പോൾ അവിടെ ഒരു കാറ് നിൽക്കുന്നത് കാണാം നമുക്ക്. അതാണ് കാപ്പൻകൊല്ലി വളവിൻ്റെ സ്റ്റോപ്പ് കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ ഒരു കാറ് നിൽക്കുന്ന ഒരു ബോർഡൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ ഒരു വളവുണ്ട്, കാപ്പൻകൊല്ലി വളവാണിത്. വളവിൻ്റെ അടുത്തൊരു ഫർണിച്ചർ കട ഉണ്ട്. ഫർണിച്ചർ കട കഴിഞ്ഞാൽ ഇനി അടുത്തത് പാലവയിൽ എത്താനുള്ള സ്റ്റോപ്പുകളാണ് കേട്ടോ. ഇപ്പോൾ ഇനിയൊക്കെ വീടുകൾ കാണാം, ഫുൾ പച്ചലും. ഇപ്പോൾ മലകളും വീടുകളും ഒക്കെ ഉണ്ട്. വീടിൻ്റെ പുറകിലാണ് ആ മല ഇങ്ങനെ കാണുന്നതൊക്കെ. നല്ല നല്ല വീട്, മതിലൊക്കെ കെട്ടിയ വീട്. പിന്നെ പച്ച പായൽ പോലെ വിരിച്ച സ്ഥലങ്ങളാണ് ഇതാ കാണുന്നത്. ഇനിയിപ്പോൾ കാപ്പൻകൊല്ലി വളവ് കഴിഞ്ഞാൽ ഇനിയുള്ളത് പാലവയിൽ സ്റ്റോപ്പാണ് കേട്ടോ. ഇപ്പോൾ വീടുകൾ കടകളൊക്കെ വാടകയ്ക്ക് കൊടുക്കാനാണ് തോന്നുന്നുണ്ട്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ താത്തേൻ്റെ ഒരു വീടാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ഇറക്കം പോലെ വരും. ഇറക്കം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാലവയലിൻ്റെ സ്റ്റോപ്പാട്ടോ. പാലവയൽ സ്റ്റോപ്പ് എത്തുന്ന മുമ്പ് ഒരു റോഡ് വരും. അത് നമ്മൾ 46, നമ്മൾ ആ ചുണ്ട റോഡില്ലേ, 46ലേക്ക് പോകുന്ന റോഡാണ്. നിങ്ങൾക്ക് വയനാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ വേഗതാവും. പക്ഷെ അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ കാണിച്ചതാ ഇവിടെ എത്താൻ നേരത്തൊരു അങ്ങോട്ടേക്ക് പോകുന്ന റോഡ്, അത് 46ലേക്ക്. ഇത് പാലവയൽ ബസ് സ്റ്റാൻഡാണ് കേട്ടോ, ചെറുതാണ്. അത് കഴിഞ്ഞ് പാലവയൽ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കിട്ടും. അവിടെ പാലവയൽ അക്ഷയ കേന്ദ്രം ഉണ്ട്. ഒരു കോട്ടേഴ്സുകൾ കാണാം, ഒരു ഓറഞ്ച് പെയിൻ്റ് അടിച്ച് കോട്ടേഴ്സ്. ഇപ്പോൾ കാണിച്ചു തരാം. ആ ഓറഞ്ച് പെയിൻ്റ് അടിച്ച കോട്ടേഴ്സിന് മുന്നിൽ ഓറഞ്ച് പെയിൻ്റ് അടിച്ച മുന്നിലാണ് പാലവയൽ അക്ഷയ കേന്ദ്രമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പാലവയൽ കഴിയാനായി, ഏകദേശം അടുത്ത സ്റ്റോപ്പ് വരും. അതിൻ്റെ മുമ്പ് കുറേ വീടും കാര്യങ്ങളും പിന്നെ മതിലുകൾ, പിന്നെ പച്ച പായ വിരിച്ച പോലെ വള്ളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് കുറേ വീടുകളൊക്കെ കാണാം. ഇന്നാൾ വീടൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. കുറേ വീട്, പിന്നെ കണ്ടില്ലേ, പച്ച പായ വിരിച്ച പോലത്തെ ഒരു സ്ഥലങ്ങളാണ്. കണ്ടിട്ട് നല്ല ഇതുണ്ട് കാഴ്ച കണ്ണിന്. അപ്പോൾ ഇനി ചെറിയൊരു ബസ് സ്റ്റാൻഡാട്ടോ, ഇത് മാനുവൽ ബസ് സ്റ്റാൻഡാണ്. കുഞ്ഞ് ബസ് സ്റ്റാൻഡ് പോയില്ലേ അത്. ഇത് കഴിഞ്ഞാൽ മാനുവൽ വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെയാണ് നമ്മൾ മാതാവിൻ്റെ ഒരു പള്ളി പോലെ ഉണ്ട്, കുഞ്ഞ്. വൈകുന്നേരം സമയം മാതാവിൻ്റെ പള്ളി കണ്ടിന്, ആ പള്ളീൻ്റെ ഇതുപോലെ. അത് കഴിഞ്ഞ് നമ്മൾ ഫുട്ബോളിൻ്റെ ഇതുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കാപ്പി എസ്റ്റേറ്റ് പോലെയാണ്. ഫുള്ള് കണ്ടില്ലേ, ഓരോ കടകളൊക്കെ കാണാം. പിന്നെ ഫുൾ കാപ്പിത്തോട്ടം നോക്കി, വെള്ള പൊടി പോലെ, അത് മഞ്ഞാട്ടോ. വയനാട്ടിൽ അങ്ങനെ തന്നെ രാവിലെ ആയാൽ. ഇപ്പോൾ അത് 10 മണിയൊക്കെ 11 മണി ആയിക്കുന്നു, പക്ഷേ നല്ല മഞ്ഞാണ്. കണ്ടില്ലേ, ഇതിന് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്ത സ്റ്റോപ്പ് ചുങ്കത്തറ ആട്ടോ വരിക. നിങ്ങൾ കാണിച്ചത് പച്ച ബോർഡുള്ള സ്റ്റോപ്പ് ഇത് ആ ചുങ്കത്തറ എത്തി. ചുങ്കത്തറ കഴിയാനായി. ഇനി ചുങ്കത്തറ കഴിഞ്ഞാൽ കടകളും വീടുകളും. പിന്നെ ചുങ്കത്തറ വയലേരിയ ആട്ടോ. ഇതൊക്കെ വയലാണ്. ഇത് ഫുള്ള് വയലാണ്, വെള്ളമാണ്. അതൊക്കെ അവർ മണ്ണ് ഇട്ടിട്ട് നല്ല വീടാക്കി എടുത്തതാണ്. അത് കണ്ടില്ലേ, ഇതൊക്കെ വയലാണ്. ചുങ്കത്തറ കഴിയാനായിട്ടുണ്ടെങ്കിൽ കോട്ടവേൽ തുടങ്ങുന്നത് കാണിച്ചു തരാം. ഇവിടുന്നാണ് കോട്ടവേൽ. ഇപ്പോൾ അത് കഴിയാനായി. ഇപ്പോൾ ഇവിടെ റോഡ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ചുങ്കത്തറ കഴിഞ്ഞിട്ട് കോട്ടവേൽ തുടങ്ങിട്ടോ. കോട്ടവേൽ കഴിയാനായി, തുടങ്ങാനായി. ഇവിടെ കടകളൊക്കെ ഉണ്ട്, ഇതുണ്ട്.
വാഴ വെച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കോട്ടേഴ്സ് കാര്യങ്ങൾ, വീടുകൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കോട്ടവേൽ, ഇതാണ് ബസ് സ്റ്റാൻഡ്. കോട്ടവേൽ ബസ് സ്റ്റാൻഡ്, പള്ളിയുണ്ട്. അത് കഴിഞ്ഞാൽ കോട്ടവേൽ ഏകദേശം പകുതിയോളം കഴിയാനായി. ഞാനൊരു സൈഡ് മാത്രം, ഇത് പറഞ്ഞാൽ മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റ പോകുന്ന നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് അതാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് വരാം പോലീസ് ക്യാമ്പാട്ടോ. നോക്കി ഇവിടെ ആ മഞ്ഞ ഇതൊക്കെ ബിൽഡിങ്ങൊക്കെ പോലീസ് ക്യാമ്പിൻ്റെ ബിൽഡിങ് കേട്ടോ. ഇവിടെ പിന്നെ പച്ചപ്പ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതാ കണ്ടില്ലേ ആ മഞ്ഞ ബിൽഡിങ്ങൊക്കെ പോലീസ് ക്യാമ്പാണ്. ഫുള്ള് മതിൽ വരെ പച്ച പുല്ല് ഇതായ പോലെ ഇങ്ങനെ മതിൽ ഫുള്ള് പച്ച കളർ. അതിൻ്റെ പുറത്താണ് പോലീസുകളെ കണ്ടില്ലേ. ഇതൊക്കെ പോലീസ് ക്യാമ്പാണ്. ഇതൊക്കെ മതിൽ, ഇത് ഗ്രൗണ്ടാണ്. പിന്നെ ഇത് വീട് കാര്യങ്ങളും കടകളുണ്ട്. പിന്നെ പോലീസിൻ്റെ ബസ്സൊക്കെ കണ്ടില്ലേ. പിന്നെ ഇവിടെ ഇതൊരു ഗ്യാരേജ് ഇതൊക്കെ ഉണ്ട്, വർക്ക്ഷോപ്പ് ഗ്യാരേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പുത്തൂർവായ ഇത് പോലീസ് ക്യാമ്പിൻ്റെ അടുത്താട്ടോ. പോലീസ് ക്യാമ്പ് ഇപ്പോൾ ഏകദേശം പകുതിയോളം കഴിയാനായി. കഴിഞ്ഞ ശേഷം വരുന്നത് പുത്തൂർവയൽ. പുത്തൂർവയലെത്തുമ്പോൾ ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ഫുള്ള് പച്ചപ്പാണ് കൂടുതൽ. കണ്ടില്ലേ പച്ചപ്പ്, ഫുൾ പച്ചപ്പ്. ഒരു കട കാണുന്നുണ്ട്. ഇടയ്ക്ക് തിരക്കി ഒന്നൊന്നും ഇങ്ങനെ കാണും. അപ്പം ഇത് നല്ല നല്ല വീടാണ്. എല്ലാ വീടിനും മതിലും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ എന്ത് നല്ല പച്ചപ്പാണ്. മുന്നിലൊക്കെ മഞ്ഞളൊക്കെയാണ് കേട്ടോ. അത് കസ്തൂരി മഞ്ഞളും അതും ഇതൊക്കെയാണ് നട്ടുപിടിപ്പിച്ചത്. പിന്നെ ഇപ്പം ഇനി വരുന്നത് പുത്തൂർവയലിൻ്റെ ബസ് സ്റ്റാൻഡാണ്. ആ പുത്തൂർവയലാണ്. ഇത് പുത്തൂർവയൽ ചുവന്ന ബോർഡ്. അതിൻ്റെ പുറകിലാണ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുത്തൂർവയലിന് ഒരു വളവ് വരും കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് പുത്തൂർവയൽ കഴിഞ്ഞാൽ അടുത്ത PO ഭവൻ്റെ സ്റ്റോപ്പ്. PO ഭവന് കഴിഞ്ഞാൽ വിനായക കഴിയുമ്പോൾ കൽപ്പറ്റ ബൈപ്പാസ് വരും. കൽപ്പറ്റ ബൈപ്പാസ് കഴിഞ്ഞാൽ നെക്സ്റ്റോ. അത് കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡ്, പിന്നെ പഴയ സ്റ്റാൻഡ്. ഇപ്പം ഞാൻ പഴയ സ്റ്റാൻഡ് കഴിഞ്ഞ അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിന് എന്തോ ഒരു കംപ്ലയിൻറ്റ്. പഴയ സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് എസ് ഭാരതൊക്കെ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വാല്യൂമെൽ ജ്വല്ലറി എത്തി. അത് കഴിഞ്ഞ് കുറേ ഇതുണ്ട്. ഷോപ്പിൻ്റെ പേരൊന്നും എനിക്ക് വായിക്കാൻ പറ്റില്ല, അത്രയും ഷോപ്പുകളാണ്. അതിൽ ഓരോന്നോരോന്ന് പറയാം. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ അതെന്തോ കാണുന്നുണ്ട്. പിന്നെ ഇത് പള്ളിയാട്ടോ. അത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാർ പാർക്കിൻ്റെ ഏരിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കടകൾ തുറന്നിട്ടില്ല. ഇതാ മലബാർ ജ്വല്ലറീൻ്റെ. പിന്നെ ഇങ്ങനെ കുറേ ഇത് ബോർഡൊക്കെ കാണാം. കുറേ ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് പിന്നെ ഓരോന്നൊരു അറിയുന്നിങ്ങനെ പറഞ്ഞു പോവാണ്. കുറേ വണ്ടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. പിന്നെ എന്താ ഓരോ കടകൾ, പേര് നോക്കി എത്രയോ കടകൾ ആണുള്ളത്. ജീപ്പ് വണ്ടി. ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ എന്താ ഓരോ കടകൾ. എല്ലാവരും ജോലി പോകുന്ന തിരക്കിലും അതൊക്കെയാണ്. ഓരോ ഇത് മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇത് പെട്രോൾ പമ്പാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാനറ ബാങ്കിൻ്റെ ഒരു സ്റ്റോപ്പാണ്. ഇവിടെ സാധാരണ ഞാൻ ഇറങ്ങൽ. ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ എനിക്ക് നടക്കുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്ന് വന്നാൽ ഞങ്ങൾ HDFC ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഫീസെത്തി. ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ